നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വടവാക്കരയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. കൊലപാതകത്തിനിടയാക്കിയത് സ്വത്ത് തർക്കം. കാട്ടാനക്കൂട്ടം അങ്കനവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. സംഭവം അതിരപ്പിള്ളി പ്ലാന്റേഷൻ മേഖലയിൽ. ദില്ലി സമരത്തിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. തൃശൂർ BSNL ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയക്കരയിൽ ദേശീയപാതയോരത്ത് ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരാതിയുമായി നാട്ടുകാർ. അമ്പല്ലൂർ അളഗപ്പനഗർ റോഡിൽ അപകട ഭീഷണിയായി കൂറ്റൻ മരങ്ങൾ. റോഡിലേക്ക് പടർന്ന മരശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് യാത്രക്കാർ. ജില്ലാ ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ പുതുക്കാട് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചിറ്റിശ്ശേരി മടവാക്കരയിൽ വയോധികനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് 89-കാരനായ പിതാവിനെ മകൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ചിറ്റിശ്ശേരി മടവാക്കരയിൽ തനിച്ച് താമസിച്ചിരുന്ന പുലിയടത്ത് പറമ്പിൽ വീട്ടിൽ 89 വയസ്സുള്ള കൃഷ്ണനെയാണ് ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത പറമ്പിൽ താമസിക്കുന്ന ഇളയ മകനായ 54 വയസ്സുള്ള രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. ചെങ്ങാലൂരിലുള്ള മൂത്ത മകൻ മുരളീധരൻ പിതാവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. മടവാക്കരയിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പുതുക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്നു നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും ഇതൊരു കൊലപാതകമാണെന്നും വ്യക്തമായത്. അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവ് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിന് കാരണം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീടിന്റെ മുകൾ നിലയിലൂടെ അകത്ത് കടന്ന് പ്രതി കൃഷ്ണനെ കൊലപ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പിതാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO A ആദം ഖാൻ, SI മഹേഷ് CM, SI പാട്രിക് PV, ഗ്രേഡ് ASI സുഭാഷ് ലാൽ PV, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI വെൽസ് K തോമസ്, ഡാൻസ് ഓഫ് ടീമിലെ ഗ്രേഡ് SI മാരായ സതീശൻ M, മൂസ PM, ഗ്രേഡ് ASI മാരായ ബിനു MJ, റെജി AU, ഗ്രേഡ് സീനിയർ CPO അരുൺ PA, CPOമാരായ ഫൈസൽ MU, സജീഷ് കുമാർ, ജിൻഡോ KP എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മടവാക്കരയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നാടിനെ നടുക്കി. സംഭവസ്ഥലത്ത് നിന്നും ആൻഡോ കല്ലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലിയക്കര മടവാക്കരയിൽ 89 വയസ്സുള്ള പുലിയടത്ത് കൃഷ്ണൻ എന്ന വയോധികൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ട കൃഷ്ണൻ്റെ മകൻ 54 വയസ്സുള്ള രാധാകൃഷ്ണനാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ഇത് രാധാകൃഷ്ണൻ്റെ വീടാണ്. ഇപ്പോൾ പ്രതിയെ തെളിവെടുപ്പിനായി പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് കൃഷ്ണനെ തൊട്ടടുത്ത് താമസിക്കുന്ന പിതാവ് കൃഷ്ണനെ കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. തനിച്ച് താമസിക്കുന്ന കൃഷ്ണൻ്റെ വീട്ടിൽ നിന്നും ദുർഗന്ധവും മറ്റും വന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൃഷ്ണൻ കൊല്ലപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഏതായാലും ഇന്നലെ കൃഷ്ണൻ്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ച സമയത്തടക്കം മകൻ രാധാകൃഷ്ണൻ ഈ ചടങ്ങുകളിൽ ഒക്കെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ
ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മകനും പിതാവും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നത് പോലീസിന് വിവരം ലഭിക്കുകയും ആ സംശയത്തെ തുടർന്ന് പോലീസ് രാധാകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമായിരുന്നു. അപ്പോഴാണ് താൻ പിതാവിനെ കൊലപ്പെടുത്തിയ വിവരം പ്രതി വെളിപ്പെടുത്തുന്നത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് പിതാവ് കൃഷ്ണനെ പ്രതി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ വീട്ടിലെത്തി പോലീസ് കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുക്കുകയാണ്. പ്രതിയെ ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിച്ച് പ്രതിയുടെ വീട്ടിലെത്തിച്ച് വീടിന് മുകളിൽ നിന്ന് പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിതാവിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കൊല്ലപ്പെട്ടതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് ദുർഗന്ധം വന്നതിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഏതായാലും വലിയക്കരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയക്കര മേൽപ്പാലത്തിന് താഴെ ഒരു വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കൊലപാതകം കൂടി വലിയക്കര മടവക്കരയിൽ ഉണ്ടാകുമ്പോൾ അത് നാടിനെ നടുക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. ഏതായാലും പുതുക്കാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. കാട്ടാനക്കൂട്ടം അങ്കനവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലാണ് സംഭവം. ഫാക്ടറിക്ക് സമീപം അതിരപ്പള്ളി ഡിവിഷനിൽ ബ്ലോക്ക് 17 വരുന്ന അങ്കണവാടിയുടെ മുകളിലേക്കാണ് പന മറിച്ചിട്ടത്. അങ്കണവാടിക്ക് സമീപത്തെ സൗരോർജ വൈദ്യുതി വേലി തകർത്താണ് കാട്ടാനക്കൂട്ടം അകത്ത് കടന്നത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. 4 ആനകളാണ് കണ്ണപ്പന തോട്ടത്തിലേക്ക് എത്തിയത്. ഷെഡിന് സമീപം നിന്നിരുന്ന എണ്ണപ്പന ഇവ മറിച്ചിടുകയായിരുന്നു. തുടർന്ന് എണ്ണപ്പന തിന്ന് തീർത്ത ശേഷമാണ് ആനകൾ മടങ്ങിയത്. ഭാഗികമായി മാത്രം കേടുപാടുള്ളതിനാൽ അങ്കണവാടി പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ചുറ്റുമുള്ള ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കടന്നത്. തൃശൂർ BSNL ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തൃശൂരിലും മാർച്ച് BSNL ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. 100 കണക്കിന് SFI പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് MA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. DTC അംഗം TD വാസുദേവൻ, ബ്ലോക്ക് ഭാരവാഹികളായ KK ഉല്ലാസ് ബാബു, രാജൻ, ഷാജി മോനാട്ട്, KN വിബി നാരായണൻകുട്ടി, PV ബിജു, മഹേഷ് മേനോൻ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ TM യോഹന്നാൻ, MO ജോൺ, KS ജോൺസൺ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന ഫ്രാൻസിസ്, നെല്ലായി സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രശാന്ത് നെടിയമ്പറത്ത്, പഞ്ചായത്ത് അംഗം നന്ദിനി രമേശൻ, NM പുഷ്പകരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജ്യോതിസ് പ്രതാപ്, സത്യൻ പാട്ടത്തിൽ, ബൈജു ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികളെയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസിഡന്റ് ഹസൻ വില്ലത്ത, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ, ബെന്നി തൊണ്ടുങ്ങൽ, സായുജ് സുരേന്ദ്രൻ, ശാലിനി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നീറ്റ് നെറ്റ് പരീക്ഷകൾ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ആമ്പല്ലൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ആന്റണി കുറ്റൂക്കാരൻ, MP വർഗീസ്, സനൽ മഞ്ഞളി, ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസൻ തയ്യാലയ്ക്കൽ, K രാജേശ്വരി, TT ബെന്നി, ജെൻസൺ കണ്ണത്ത്, ജിമ്മി മഞ്ഞളി, MP വർഗീസ്, സിജോ പുന്നക്കര, PS ദിനിൽ, O വിജയൻ, ജയൻ കുവക്കാടൻ,
KD ഷാജി, ഹരൺ ബേബി, റോസ് മേരി, പിൻഡോ മഞ്ഞളി, KS മനോജ് കുമാർ, CG ടൈറ്റസ്, ജോസ് ചുക്കിരി, സന്തോഷ് പാറേക്കാടൻ, ചന്ദ്രൻ പുതിയേടത്ത് എന്നിവർ പ്രസംഗിച്ചു. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കേന്ദ്രസേനയുടെയും ഡൽഹി പോലീസിന്റെയും അതിക്രമത്തിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര, സിജു പയ്യപ്പള്ളി, രജനി സുധാകരൻ, ജസ്റ്റിൻ ആറ്റുപുറം, ജയൻ തെക്കുംപുറം, CJ ആന്റണി, ലിൻസൺ പല്ലൻ, വർഗീസ് തെക്കേത്തല തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ഊട്ട് കമ്പനി തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ പുതുക്കാട് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PK പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AV ചന്ദ്രൻ, NN ദിവാകരൻ, KV വിജയ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറിയായി AV ചന്ദ്രനെയും പ്രസിഡന്റായി N ദിവാകരനെയും ട്രഷററായി KV വിജയയെയും വൈസ് പ്രസിഡന്റായി PK പുഷ്പാകരനെയും തെരഞ്ഞെടുത്തു. തൊഴിലാളികളെ പിരിച്ചുവിടാൻ കഴിയാവുന്ന നിലയിൽ നിശ്ചിത കാലയളവ് കരാർ തൊഴിൽ എന്ന നിലയിൽ തൊഴിലുടമയ്ക്ക് തൊഴിലാളികളുമായി കരാറിൽ ഏർപ്പെടാനുള്ള നിയമം ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. ഒരു വർഷത്തേക്ക് 15 തൊഴിലാളി വേണമെങ്കിൽ 20 തൊഴിലാളി വേണമെങ്കിൽ തൊഴിലുടമയ്ക്ക് തൊഴിലാളികളുമായി ഒരു കരാർ ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പൊതു സാഹചര്യമാണ് നമുക്കായിട്ടുണ്ട്. യൂണിയൻ CITUവിൻ്റെ തൃശ്ശൂർ ജില്ലാ കൺവെൻഷനാണ് നമ്മുടെ വിളിച്ചത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഭക്ഷണശാലകളിലും നിർമ്മാണ യൂണിറ്റുകളിലും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും പൊതുജനാരോഗ്യ വിഭാഗവും സംയുക്തമായി വിജിലൻസ് പരിശോധന നടത്തി. പരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലാത്തതും പഴകിയതുമായ ആഹാര സാധനങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുകയും മതിയായ ശുചിത്വ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്ന സ്ഥാപനം അടപ്പിച്ചു. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജോൺ ബോസ്കോ, TK സലീഷ്, കമാൽജിത്ത്, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ VBT ബാലൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ലഹരിമുക്ത സമൂഹ സൃഷ്ടി ലക്ഷ്യമിട്ട് മുപ്ലിയം ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ICCS കോളേജിന് നാഷണൽ സർവീസ് സ്കീം, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യൂണിറ്റുകളുടെയും വിവിധ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ലഹരി വസ്തുക്കൾക്കും മയക്കുമരുന്നിനുമെതിരെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇരിങ്ങാലക്കുട ECO വിമുക്തി കോർഡിനേറ്റർ TK സന്തോഷ്, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ നീന മാത്യു എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. ICCS കോളേജ് പ്രിൻസിപ്പൽ P. വിപിൻ ആന്റണി, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KS ജിഷാദ, ലില്ലി ബേബി, പഞ്ചായത്ത് അംഗം റോസ്ലി തോമസ്, ICCS കോളേജ് യൂണിയൻ ചെയർമാൻ സൂര്യകൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ GHSS മുപ്ലിയം, വിമലജ്യോതി ഹൈസ്കൂൾ, CGMA ഹൈസ്കൂൾ, ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ഇനി കാണാം സ്പോട്ട് റിപ്പോർട്ടർ. വലിയക്കരയിൽ ദേശീയപാതയോരത്ത് വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പല സ്ഥലങ്ങളിലും ക്യാമറകൾ ഉണ്ടെങ്കിലും ഇതുവരെ ഉത്തരവാദികളെ കണ്ടെത്താനായിട്ടില്ല. രാത്രി ടാങ്കർ ലോറിയിൽ എത്തിച്ചാണ് മാലിന്യം തള്ളുന്നത്. പലയിടങ്ങളിലും രാത്രി ടാങ്കർ ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനമാണ് എന്ന് കരുതി ശ്രദ്ധിക്കാറില്ല. തലൂർ BRD പരിസരം മുതൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വരെയുള്ള പ്രദേശങ്ങളിലാണ് സ്ഥിരമായി മാലിന്യങ്ങൾ തള്ളുന്നത്. നെന്മണിക്കര പഞ്ചായത്ത് 11ാം വാർഡിൽ ചിറ്റിശ്ശേരി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ തോടിന് പരിസരത്ത് കടുത്ത ദുർഗന്ധം സഹിച്ചാണ് ഓരോ ദിവസവും യാത്രക്കാർ തള്ളി നീക്കുന്നത്. ദുർഗന്ധം മൂലം ഇതുവഴി മൂക്കുപൊത്താതെ നടക്കാനാവാത്ത സ്ഥിതിയാണ്. തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഇതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നേരം വെളുത്തിട്ട് വന്നിട്ട് വൈകുന്നേരം വരെ ഈ മണ്ണടിച്ചിട്ടേ ഇരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു ഇത് കാണണം, അത് അത്ര വേണ്ടോ ഞങ്ങൾക്ക്. ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് മണം വരുന്നത്. ഇതിപ്പോൾ ഞങ്ങളാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടെ വന്നിട്ടുള്ളത് ഈ മണം കേട്ടിട്ട്. നേരം വെളുത്ത് വൈകുന്നേരം വരെ മണം. ഈ സെപ്റ്റി ടാങ്ക് മാത്രമല്ല ഹോട്ടലുകളിലെ മാലിന്യം വരെ ഇതിലേക്ക് വരുന്നത്. ദേശീയപാതയിൽ തള്ളുന്ന സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഈ തോട്ടിലൂടെയാണ് ഒഴുകിയെത്തുന്നത്. വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നതായും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഞാൻ ഇവിടെ കാലങ്ങളായി ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഇവിടെ ഇപ്പോൾ പല പ്രാവശ്യം കൊല്ലങ്ങളായിട്ട് ഇവിടെ ഈ മണവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് പഞ്ചായത്ത് അധികൃതരോടും ഹെൽത്തിനോടും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു നടപടി ഇന്ന വരയ്ക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. ആമാരനെ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത തുറക്കുന്നതുകൊണ്ട് മണവും മറ്റുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഞാൻ നാട്ടുകാരെന്നുള്ള രീതിയിൽ. സെപ്റ്റിക് മാലിന്യം മാത്രമല്ല പ്രദേശത്തെ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും തോടിലേക്ക് ഒഴുക്കുന്നതായി ഇവർ ആരോപിക്കുന്നു. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും നാട്ടുകാരെ ആശങ്കയിലാക്കി. തോടിനോട് ചേർന്നുള്ള പ്രദേശത്തും പരിസരത്തെ ജനവാസ മേഖലയ്ക്കും കടുത്ത ദുർഗന്ധം ദുരിതമായി മാറിക്കഴിഞ്ഞു. ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് 6 കൊല്ലമായിട്ട്. ഈ 6 കൊല്ലമായിട്ട് ഈ വേസ്റ്റിൻ്റെ ഒരു മണടിലൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇതിനെ സംബന്ധിച്ച് നമ്മൾ നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയോടും അതിന് അനുബന്ധപ്പെട്ട എല്ലാ ആളുകളോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളോട് കൂട്ടിയാവില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ എല്ലാ ജനങ്ങളും വന്നിരുന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ബസ്സിന് പോകാനും അവർ വരെ എല്ലാവരും പറയുന്നുണ്ട്, നാട്ടുകാർക്ക് എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതാണ് ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. മാലിന്യം ഇവിടെ തട്ടണമെന്നാണ് നമ്മുടെ അറിവ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പോലീസോ അല്ലെങ്കിൽ പഞ്ചായത്തിനനുബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ക്യാമറ വെക്കുന്നത് നല്ലതായിരിക്കും. മണലിപ്പുഴയും അതിനോട് ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതികളും പ്രദേശത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളും മലിനമാകുന്നതിനിടയാക്കുന്ന ശുചിമുറി മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ ജനപ്രതിനിധികളും പോലീസും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് ഞങ്ങൾക്ക് ഇവിടെ വളരെ രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. അത് ഈ വെള്ളം ഒഴുകി പോണത് ജനവാസ മേഖല ഈ താഴ്ത്തിക്ക് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അപ്പുറത്തേക്ക് വീടുകളും ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് പുഴയിലേക്കാണ് ചെന്ന് ചേരണത്. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ പലവട്ടം പഞ്ചായത്തിനോടും അധികൃതരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തിലും ചെന്ന് അപേക്ഷ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വേറെ ഒരു നടപടിയില്ല. കക്കൂസ് മാലിന്യം അവിടെ വടക്കേ ഭാഗത്ത് തട്ടുണ്ട്. അതിനിടയിൽ ഉള്ള കടകളിൽ നിന്നുള്ള വേസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എന്ന് വെച്ചാൽ സ്ലാബ് ഇട്ട് മൂടിയേക്കാണ്. അതിൻ്റെ അടിയിൽ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് വരണത് കൊണ്ട് പകല് കുറച്ച് നേരം കഴിയുമ്പോൾ ഒക്കെ സ്മെല്ല് കൂടുതൽ വരിക. അപ്പോൾ അത് കാറ്റ് വഴിക്ക് മാത്രമല്ല, അത് ആ ഫില്ലിങ് ആ നേരത്ത് വരുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് തോന്നണത്. മികച്ച രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തികൾ നടത്തിയത് ഉൾപ്പെടെ കണക്കിലെടുത്താണ് നേരത്തെ നെന്മണിക്കര പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയപാതയോരം മാലിന്യമുക്തമാക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി പറഞ്ഞു. പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന ഈ പ്രവണത തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരവാദികളെ കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ല. രാത്രി ഈ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയാൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദേശീയപാത പാലിയക്കരയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ടാങ്കറുകളിൽ എത്തിച്ചാണ് ഇവിടെ ഈ ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പരാതിപ്പെടുന്നത്. പാലിയക്കരയിൽ ചിറ്റിശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന പ്രദേശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തടക്കം രൂക്ഷമായ ദുർഗന്ധമാണ് നിലവിലുള്ളത്. ഏതായാലും അധികൃതരുടെ പ്രത്യേകമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പോലീസിൻ്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുകയും പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ച് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തുകയും വേണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ അടക്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ആമ്പല്ലൂർ മുതൽ അളഗപ്പ നഗർ ESI വരെ റോഡിന് ഇരുവശത്തുമായി പടർന്നു പന്തലിച്ച കൂറ്റൻ മരങ്ങൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് യാത്രക്കാർ. ആമ്പല്ലൂർ മുതൽ അളഗപ്പ നഗർ ESI വരെ റോഡിന് ഇരുവശത്തുമായി പടർന്നു പന്തലിച്ച കൂറ്റൻ മരങ്ങൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് യാത്രക്കാർ. ആമ്പല്ലൂർ മുതൽ അളഗപ്പ ESI വരെ റോഡിന്റെ ഇരുവശത്തും നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ ഏത് സമയവും നിലം പൊത്താവുന്ന വിധമാണ്. മഴ പെയ്തതോടെ പലയിടത്തും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പൊട്ടി വീഴുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭാരമേറിയ ചില്ലകൾ വൈദ്യുതി ലൈന് മുകളിലേക്ക് പടർന്നു നിൽക്കുന്നുണ്ട്. കാറ്റിലോ മഴയിലോ ഇവ ഒടിഞ്ഞ്
വൈദ്യുതി കമ്പികളിലേക്ക് വീഴാനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം അമ്പല്ലൂരിൽ മരത്തിന്റെ ചില്ലകൾ പൊട്ടി റോഡിലേക്ക് വീണെങ്കിലും ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വാഹന നീക്കം കുറഞ്ഞ സമയത്താണ് അപകടമെന്നതിനാലാണ് ആളപായം ഒഴിവായത്. ഇത്തരത്തിൽ ചുവട് ചാഞ്ഞും ശിഖരങ്ങൾ താഴ്ന്നും കിടക്കുന്ന മരങ്ങൾ ഏറെയുണ്ട് ഈ പാതയിൽ. അളഗപ്പനഗർ ESI ആശുപത്രി കോമ്പൗണ്ടിൽ നിൽക്കുന്ന പാഴ്മരത്തിന്റെ ശിഖരങ്ങൾ അപകടകരമായ രീതിയിലാണ് റോഡിന്റെ മറുവശത്തേക്കും വൈദ്യുതി ലൈന് മുകളിലേക്കും ചാഞ്ഞു നിൽക്കുന്നത്. ESI കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മതിലിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും സമീപത്ത് അപകടകരമായി നിൽക്കുന്ന ഈ മരം മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ KK ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അളഗപ്പനഗർ ESIയുടെ കോമ്പൗണ്ടിൽ 4ഓളം വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ മരം നിൽക്കുന്നതിൻ്റെ കൊമ്പുകളെല്ലാം ബസ് റൂട്ടിൽ നടക്കുന്ന സർവീസ് റോട്ടിലാണ് ഈ കൊമ്പുകൾ നിൽക്കുന്നത്, വലിയ കൊമ്പുകൾ. അതുകൊണ്ട് അടിയന്തരമായി ഈ ESI കോർപ്പറേഷൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു നീക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ K രാജേശ്വരിയും ബന്ധപ്പെട്ട ഈ ESI ലോക്കൽ ഓഫീസ് മാനേജർക്ക് കണ്ട് സംസാരിക്കുകയും നാട്ടുകാർ കുറച്ച് ആളുകൾ ഒരു പെറ്റീഷൻ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് മുറിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ലോക്കൽ മാനേജർക്ക് നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആമ്പലൂർ തുടങ്ങി ESI വരെ ഇതേപോലുള്ള ഈ മദ്രാശി പോലുള്ള മരം തന്നെയാണ് ഏറ്റവും കൂടുതൽ റോഡിലേക്ക് നിൽക്കുന്നത്. അവ മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അമ്പല്ലൂർ മുതൽ അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് വരെ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ താഴെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. ശിഖരങ്ങൾ പൊട്ടിവീണാൽ ഈ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കാനും സാധ്യത ഏറെയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന പാതയിൽ അപകടകരമായ മരച്ചില്ലകൾ മുറിച്ചു നീക്കി യാത്രക്കാരുടെ ഭീതി ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അളഗപ്പനഗറിലുള്ള ESI കെട്ടിടത്തിന് മുൻവശത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. മഴക്കാലത്ത് ഈ കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ പൊട്ടി റോഡിലേക്ക് വീഴുന്നതും ഒപ്പം സമീപത്തുള്ള ഇലക്ട്രിക് ലൈനിലേക്കടക്കം തൂങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. വാഹനയാത്രികർക്കും ഒപ്പം ഇതിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നതാണ് ഇത്തരം കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ. ഇത് അടിയന്തരമായി ഇത് മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ മരങ്ങൾ മാത്രമല്ല, അമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് അളഗപ്പനഗർ ESI വരെയുള്ള പ്രദേശത്ത് റോഡിന് ഇരുവശത്തും ഇതുപോലെയുള്ള കൂറ്റൻ പാഴ്മരങ്ങൾ നിൽക്കുന്നുണ്ട്. അവയുടെ കൊമ്പുകളൊക്കെ തന്നെ റോഡുകളിലേക്ക് വലിയ അപകടകരമായ രീതിയിലാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഇവയെല്ലാം വെട്ടിമാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കൂടിയാണ് യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോലി പാടത്ത് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയായിരുന്ന മൺകൂനകൾ നീക്കം ചെയ്തു. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് കാരണം 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതിയായിരുന്നു. മൺകൂനകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കിഫ്ബിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. പ്രദേശവാസികളുടെ പരാതിയും വിഷയത്തിൽ NCTV നൽകിയ വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അധികൃതർ ഇടപെട്ട് മൺകൂനകൾ നീക്കം ചെയ്തത്. BMS കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BMS 72ാം സ്ഥാപക ദിനം ആചരിച്ചു. BMS കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BMS 72ാം സ്ഥാപക ദിനം ആചരിച്ചു. കൊടകര സെന്ററിൽ നടന്ന പരിപാടിയിൽ BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ സ്ഥാപക ദിന സന്ദേശം നൽകി. BMS കൊടകര പഞ്ചായത്ത് സെക്രട്ടറി വിപിൻ നാനാട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റ് TK പ്രദീപ്, മേഖലാ വൈസ് പ്രസിഡന്റുമാരായ ബിജേഷ് വട്ടേക്കാട്, TP മിഥുൻ, പഞ്ചായത്ത് പ്രസിഡന്റ് രവികുമാർ, BMS അപ്പോളോ ടയേഴ്സ് യൂണിയൻ ഭാരവാഹി VB അരുൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. KSFEയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ലൂർദ്പുരം GUPS സ്കൂളിന് വിവിധ ഉപകരണങ്ങൾ കൈമാറി. KSFEയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ലൂർദ്പുരം GUPSന് വിവിധ ഉപകരണങ്ങൾ കൈമാറി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷയായിരുന്നു. KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക റിൻസി ജോൺ,
പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, PTA പ്രസിഡന്റ് ഷാജി തോമസ്, അനറ്റ് ഷാജു എന്നിവർ പ്രസംഗിച്ചു. KSFE-യുടെ CSR പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിലേക്ക് CCTV ക്യാമറ, ഇൻവെർട്ടർ, പ്രിന്റർ, വാട്ടർ ടാങ്ക്, പമ്പ് സെറ്റ് എന്നിവ കൈമാറി. പട്ടികജാതി മോർച്ച തൃശൂർ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന സർക്കാർ പട്ടികജാതി ദ്രോഹ നടപടി സ്വീകരിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മാർച്ച് പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകും. അന്നേ ദിവസം വിശേഷാൽ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കും. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് പറപ്പൂക്കര പഞ്ചായത്തിലെ പൊങ്കോത്ര പള്ളി പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്വിച്ച് ഓൺ കർമ്മം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് അരങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിന്റെയും മാടായിക്കോണം അന്യാരിക ആയുർവേദ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാപ്പാൾ KLP സ്കൂളിൽ രാവിലെ 8:30 ആരംഭിക്കുന്ന ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അന്ത്യോഖ്യ വിശ്വാസ സംരക്ഷണ സമിതിയും പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പള്ളിയിൽ വെച്ചാണ് ക്യാമ്പ്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് നിർവഹിക്കും. പള്ളി വികാരി ഫാദർ പൗലോസ് അരക്കപ്പറമ്പിൽ അധ്യക്ഷനാകും. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9446739862 അല്ലെങ്കിൽ 8606147808 അല്ലെങ്കിൽ 9745920616 എന്നീ നമ്പറുകളിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. നഴ്സ് കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 30 രാവിലെ 10:30 പൂത്തോൾ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഫോൺ 0487236643. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,400 രൂപ, പവന് 1,07,200 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് ആവണക്കാട്ടിൽ പരേതനായ കുട്ടപ്പൻ ഭാര്യ കൊച്ചമ്മണി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. നാണു, രാജൻ, ഉഷ, ബീന എന്നിവർ മക്കളും ഷൈനി, പ്രേമലത, സതീഷ്, സത്യൻ എന്നിവർ മരുമക്കളുമാണ്. വട്ടനാത്ര ഒട്ടപ്പത്ത് പീതാംബരൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ധനേഷ്, ധനീഷ എന്നിവർ മക്കളും മോനിഷ, സുവൻരാജ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മടവാക്കരയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. കൊലപാതകത്തിനിടയാക്കിയത് സ്വത്ത് തർക്കം. കാട്ടാനക്കൂട്ടം അങ്കനവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. സംഭവം അതിരപ്പിള്ളി പ്ലാന്റേഷൻ മേഖലയിൽ. ദില്ലി സമരത്തിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. തൃശൂർ BSNL ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയക്കരയിൽ ദേശീയപാതയോരത്ത് ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരാതിയുമായി നാട്ടുകാർ. ആമ്പല്ലൂർ അളഗപ്പനഗർ റോഡിൽ അപകട ഭീഷണിയായി കൂറ്റൻ മരങ്ങൾ. റോഡിലേക്ക് പടർന്ന മരശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് യാത്രക്കാർ.
ജില്ലാ ഓട്ട് കമ്പനി തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ പുതുക്കാട് സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.